ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ മാജിക് ചലഞ്ച്. ഇന്ന് നമ്മുടെ ഡേ 6. സോ നിങ്ങൾ ഇതിനു മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഡേ 6ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക്സ് ലൈക്ക് മാജിക്. നമ്മൾ ജോലിയോട് കൊടുക്കേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ രണ്ടുപേര് ഒരേ ലെവലിൽ ഒരേ ജോബ് പൊസിഷനിൽ നിന്നൊക്കെ തുടങ്ങി വന്നിട്ട് ഒരാളങ്ങ് മാനത്തേക്ക് ഉയർന്നു പോകുന്നു, ഒരാൾ എത്ര കഷ്ടപ്പെട്ടിട്ടും ആ നിൽക്കുന്ന ലെവലിൽ തന്നെ നിന്നു, അല്ലെങ്കിൽ പയ്യെ പയ്യെ പേരിന് മാത്രം പൊങ്ങുന്നു എന്ന് പറഞ്ഞൊരു ലെവലിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ടാമത്തെ ആളും ഈ ആദ്യത്തെ ആളും തമ്മിലുള്ള മിസ്സിങ് ലിങ്ക് എന്ന് പറയുന്നത് ആ മിസ്സിങ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ എത്ര ലെവൽ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു സാധനത്തിന് കൊടുക്കുന്നോ അത്രയും ലെവല് അബൻഡൻസ് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് തിരിച്ചു തരും. അതുകൊണ്ടാണ് ഇയാൾ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഇട്ട് മുന്നിപ്പോൾ ഇങ്ങനെ പൊങ്ങി 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 പോകുന്നതും ഇയാൾ നിൽക്കുന്ന ലെവലിൽ തന്നെ നിന്ന് പോകാനും കാര്യം. നമ്മൾ ഏത് ജോലി ആയിക്കോട്ടെ ചെയ്യുന്നത്, നമ്മൾ എന്തായിക്കോട്ടെ ചെയ്യുന്നത്, നമ്മൾ നിൽക്കുന്ന കറൻറ്റ് പൊസിഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ ഈ ഭയങ്കര കൊടുന്താരിദ്ര്യത്തിൽ നിന്ന് ഒന്നുമില്ലായ്മ എന്നൊക്കെ നിൽക്കുന്ന ആൾക്കാർ അങ്ങ് ഉയർന്നു പൊങ്ങി കോടീശ്വരന്മാരായി തീർന്നേക്കണ കഥയൊന്നും നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തതൊന്നുമല്ല. എന്തോരം പേരുണ്ട് അങ്ങനെയൊക്കെ. അവരാ നിൽക്കുന്ന സാധനത്തിലേക്ക് അവർക്ക് കൊടുത്തിട്ടുള്ള ആത്മാർത്ഥതയും കൃതജ്ഞതയൊക്കെ കാരണമാണ് അവരങ്ങ് മാനത്തേക്ക് പൊങ്ങാൻ കാര്യം. സോ നമ്മൾ ഏത് ലെവലിൽ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണോ കൊടുക്കുന്നത് അതിൻ്റെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് അബൻഡൻസ് ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഏത് ലെവലിൽ ജോലി ആയിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്ത് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ സ്റ്റക്കായി പോകും. ടു ബ്രിങ് സക്സസ് ഓർ ഇൻക്രീസ് ഗുഡ് തിങ്സ് അറ്റ് യുവർ ജോബ്, ഇറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ബി ഗ്രേറ്റ്ഫുൾ ടു യുവർ ജോബ്. ദി മോർ ഗ്രാറ്റിറ്റ്യൂഡ് യു വിൽ ഹാവ് മോർ തിങ്സ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ. നിങ്ങൾ എന്തോരം അങ്ങോട്ട് കൊടുക്കുന്നോ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊരു നെവർ എൻഡിങ് ഫ്ലോ ആണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഏത് ടൈപ്പ് ജോലിയാണെങ്കിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് തീരെ അവിടെ പറ്റുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാനെങ്കിലും നിങ്ങൾക്കൊരു ജോലി ഉണ്ടല്ലോ എന്ന് പറയുന്നതാണ്. ഈ ലോകത്ത് ഇത്രങ്ങാനും ആൾക്കാർ ജോലി ഇല്ലാണ്ട് അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിന്നിട്ട് എന്തെങ്കിലും ജോലി കിട്ടിയാൽ ചെയ്യാം എന്ന് പറഞ്ഞ് റെഡി ആയിട്ടുള്ള ആൾക്കാർ ഈ ലോകത്തുള്ള സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറയാനായിട്ടെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ എന്നുള്ളത് വേണം നിങ്ങൾ ആലോചിക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാജിക്കിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഇമാജിൻ ചെയ്യണം നിങ്ങളുടെ കൂടെ ഒരു ഇൻവിസിബിൾ മാനേജർ ഉണ്ടെന്നുള്ളത്. ഈ മാനേജർ ഒരു പേപ്പറും പേനും എടുക്കുന്ന ദിവസം മൊത്തം നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ കൂടെ നടക്കുകയാണ്. ആൻഡ് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ജോലിയെ പറ്റി ഏതെങ്കിലും ഒരു കാര്യം ഗ്രേറ്റ്ഫുൾ ആണ് ഞാൻ ഈ കാര്യത്തിൽ എന്ന് ആലോചിക്കുന്നു, അപ്പോഴൊക്കെ മാനേജർ ഇത് നോട്ട് ഡൗൺ ചെയ്യും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ എത്ര വലിയ ലിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്നോ എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ മെയിൻ പണി. നിങ്ങൾ അത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണ്. ദി മോർ ലോങ്ങർ ദി ലിസ്റ്റ് ഇസ്, ദി മോർ ബെറ്റർ, മോർ മാജിക് ക്യാൻ കം ടുവേർഡ്സ് യു. സോ നിങ്ങൾ രാവിലെ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് തിങ്ക് അബൌട്ട് ഓൾ തിങ്സ് യു ക്യാൻ ബി ഗ്രേറ്റ്ഫുൾ ഫോർ. ആൻഡ് ദാറ്റ് ഇപ്പോൾ തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാം. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ ജോലി സഹായിക്കുന്ന സാധനങ്ങൾ, നിങ്ങൾക്ക് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാർ, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാനേജേഴ്സ് ഈസി ആക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മാനേജ്മെൻറ്റ് നന്ദി പറയാം. നിങ്ങൾക്ക് അവിടെയുള്ള കൂട്ടുകാർ, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. എന്തിനും നമുക്ക് കിട്ടുന്ന സാലറി സ്ലിപ്പ് തൊട്ട് നമുക്കെല്ലാം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട സാധനങ്ങളാണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് തോന്നണം, ഞാൻ ഇത്രയും കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടല്ലോ എന്ന്. പിന്നെ ജോലിയിൽ ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറയുമ്പോൾ ഇതിന് വേറൊരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ജോലിയിൽ നമ്മൾ ഉള്ളിൽ നിന്ന് ഗ്രേറ്റ്ഫുൾ ആയാൽ നമുക്ക് ആ ജോലിയോടുള്ള ആത്മാർത്ഥത കൂടും. അപ്പോൾ നമ്മൾ കുറച്ചധികം ആത്മാർത്ഥതയോടെ പണിയെടുക്കും. ഇപ്പം നമ്മൾ നിൽക്കുന്ന ജോലി നമുക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണിയെടുക്കാനുള്ള ഉത്സവം സത്യം പറഞ്ഞാൽ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ടും ഈ താല്പര്യമില്ലാണ്ട് പണിയെടുത്ത് ഒന്നും ചെയ്യാത്ത ഒരാൾക്ക് കിട്ടുന്ന റിസൾട്ടും ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആണ്. സോ ഇപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി അത്ര വലിയ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ലാത്ത ഒരാളാണ്. നമ്മൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ കുറച്ചുകൂടെ വില മനസ്സിലാവും. നമ്മൾ ഇതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പണിയെടുക്കാനുള്ള സാധനം കൂടും. സോ നിങ്ങൾക്ക് വരാനുള്ളതൊക്കെ ആ സൈഡിൽ തന്നെ വന്നു തുടങ്ങിക്കോളും. പിന്നെ ദി മോർ ഡീപ്ലി യു ക്യാൻ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വാട്ട് എവർ യു ആർ ഡൂയിങ്, ദി മോർ സൂണർ ദി മാനേജർ ക്യാൻ പ്രൊവൈഡ് ഓർ ബ്രിങ് മാജിക് ടു യുവർ ലൈഫ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ മാജിക് ഈ ടാസ്ക് വായിക്കുന്ന ദിവസം നിങ്ങൾക്ക് ജോലി ഇല്ലാത്തൊരു ദിവസമാണ്, വീക്കെൻഡാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫ് ഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലത്തേക്ക് ഇന്നത് സ്കിപ്പ് ചെയ്യണം. കാരണം ഇത് ജോലിയുള്ള ദിവസം മാത്രം ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണല്ലോ. നിങ്ങൾ അവിടെ പോയി നിന്ന് നിങ്ങൾ ഓരോന്നും ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടതാണ്. ഇനിയിപ്പോൾ അതില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അടുത്തതിലേക്ക് പൊക്കോ. എന്നിട്ട് നിങ്ങൾക്ക് എന്നാണോ ഇനി അടുത്ത വർക്കിംഗ് ഡേ വരുന്നത് അന്ന് നിങ്ങൾ ഈ ടാസ്ക് ചെയ്യണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ടോ, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സാധനം മിസ്സാകുകയാണ്, അതായത് മൊത്തത്തിൽ നിങ്ങൾ ഒരു ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ മിസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തിൽ തുടങ്ങാൻ പറ്റില്ല കേട്ടോ. നമ്മൾ 3 ദിവസം ബാക്കിലേക്ക് പോകണം. കാരണം ഇതൊരു ഫ്ലോയിൽ പോകേണ്ട പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഞാൻ ഡേ 6 ഞാൻ മിസ്സാക്കിയ, ഞാൻ ഡേ 5 4 കഴിഞ്ഞ് ഞാൻ ഡേ 3 തുടങ്ങണം. സോ 3 ദിവസം ബാക്കിലേക്ക് വേണം പോകാൻ ഓരോ വട്ടം മിസ്സാക്കിയാൽ. അത് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഓക്കെ,
ഇനിയൊന്നുമില്ല, സോറി. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്ത ദിവസം തുടങ്ങി രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നു. ഞാൻ ഇന്നത്തെ ദിവസം മൊത്തം ഗ്രേറ്റ്ഫുൾ ആവുന്നു എൻ്റെ ജോലിയോട്. അത് കഴിഞ്ഞ് രാത്രി ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാജിക് റോക്ക് എടുത്ത് ഇന്നത്തെ ദിവസം എനിക്ക് നടന്നതിൽ ഏറ്റവും നല്ല കാര്യം ഞാൻ ആലോചിച്ച് ഞാൻ അതിനോട് താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങാം. ബൈ ഗൈസ്.